ഒന്ന്. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഇടയ്ക്ക് ആശുപത്രിക്ക് ഒരു വണ്ടി പുതിയ വാങ്ങി ഇത്രയും ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. ഇതിനിപ്പോൾ ഗ്യാപ്പുണ്ട്. ഇങ്ങനെ ഇളക്കിയിട്ടേക്ക് നമ്മൾ ഇടുന്ന ചിലപ്പോൾ സ്പീഡിലേക്ക് പോകുള്ളൂ. മനസ്സിലായോ? ഗിയർ ഇളക്കി ശരിക്കണ്ട. ഫസ്റ്റ് ഗിയർ കൊടുത്തില്ല ചവിടിപ്പിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്താൽ 10 മിനിറ്റ് അത് ഇവിടെയാണ് ഫസ്റ്റ് ഗിയർ. ഇവിടെ സെക്കൻഡ് ഗിയർ, ഇവിടെ തേർഡ് ഗിയർ, ഇവിടെ ഫോർത്ത്, ഇവിടെ ഫിഫ്ത്ത്, ഇവിടെ റിവേഴ്സ്. അപ്പോൾ കയ്യിൽ പൊസിഷൻ ഇതാകണ്ട. ഇതണ്ട മനസ്സിലായോ? തള്ളി പിടിക്കണ്ട. ഉണ്ട്. നമ്മൾ സെക്കൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഭാഗമില്ലേ ഇതണ്ടേ ഒന്നും വലിക്കുക. ഒന്ന് ഒട്ടായില്ലേ ഒരു ദൈവയുടെ തള്ളി പിടിക്കാതെ കുറച്ച് സെക്കൻഡായി. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മുടെ ഈ ഭാഗമില്ലേ ഇങ്ങനെ പതിയെ തട്ടിയായിട്ട് നോട്ടായി. പിന്നെ ഒന്ന് തട്ടിയാൽ തേർഡ് ഗിയറായി. പിന്നെ ഫോർത്ത് ആണ്. ഇവിടെയാണ് ഫോർത്ത്. നമ്മൾ ഈ ഭാഗമില്ലേ ഒന്ന് വലിച്ചാൽ നോക്കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഒന്നര വലിച്ച് ഫോട്ടോണ്ടോ? പിന്നെ നമ്മൾ ഈ ഭാഗം ഇതെടുത്തില്ലേ നോട്ടായി. പിന്നെ നമ്മൾ ഫിഫ്ത്താണ് വെച്ചത്. ഇവിടെയാണ് ഫിഫ്ത്ത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാട്ടോ. കണ്ടോ? തള്ളി പിടിക്കുക. ഫിഫ്ത്ത് ഗിയറായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ നോട്ടാക്കുക. നമുക്ക് വേണ്ടത് റിവേഴ്സാണ്. ഒന്ന് കളിക്കും നോട്ടാ കേട്ടോ. ഇതിൻ്റെ തീക്കണോടി ഈ കൈ കയറി തള്ളി പിടിക്കുക. കണ്ടോ? റിവേഴ്സായി. നീ വീണ്ടും ഫസ്റ്റിലേക്ക് വരുക. നമ്മൾ ഇവിടെ വീണ്ടും തേടി കൊണ്ടേ കണ്ടതേ കണ്ടോ നോട്ടായി. ഇങ്ങനെ പിടിക്കുക. കണ്ടോ? ഫസ്റ്റായി. അപ്പോൾ ഇങ്ങനെ 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 കണ്ടോ? ഇതാണ് പൊസിഷൻ. ഇത് കിട്ടിയോ? കൺബൈജോ തന്നെയാട്ടെ തന്നെയാട്ടെ. ഇപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലേ? അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം അശ്വതി വണ്ടി ഓടിച്ച് വന്ന് അല്ലേ? ഇപ്പം നമ്മൾ പഠിപ്പിച്ചതിൽ അശ്വതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ അല്ലേ അശ്വതി? ഏകദേശം ഒരു ധൈര്യമായില്ലേ? ഇനി ഒരു ദിവസവും കൂടി വണ്ടി കെട്ടിക്കഴിഞ്ഞാൽ അശ്വതിക്ക് ഓടിക്കാൻ പറ്റില്ലേ? പഠിക്കില്ലേ? ഓക്കെ, കോൺഫിഡന്റ് ആയില്ലേ? ഓക്കെ. ഞങ്ങള് പഠിപ്പിച്ചെടുത്തൊരു പാട്ട് ഞങ്ങൾ പറയണം, എങ്കിലേ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല പിന്നെ അതെ, നിങ്ങൾ പഠിക്കുന്ന വ്യക്തികള് ഞങ്ങൾ പഠിക്കുന്ന കുഴപ്പമുണ്ടെങ്കിൽ പറയുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം, എന്നാലും നമുക്കത് ഇതാക്കി ശരിയാക്കി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. വണ്ടി പതിയല്ലേ ബ്രേക്കല്ല ക്ലച്ചമല്ലേ ബ്രേക്ക് ആദ്യം പറ്റിക്കോ. ബ്രേക്ക് ആദ്യം പറ്റിക്കോ. ഇത്രയും ദൂരം അശ്വതി വണ്ടി ഓടിച്ചാ വന്നേ കേട്ടോ, റോട്ടിൽ കേട്ടോ. ഓക്കെ, ഇതാണ് ദൂരം. ഉണ്ടോ? ഇവിടെ വെച്ച കയ്യ, ഇവിടെ വെച്ച കയ്യ, ഇവിടെ മുടി വെച്ച് ഇങ്ങനെ കിടങ്ങി ഒന്നും ചെയ്യട്ടോ. ചിലപ്പോൾ നികുലാണെങ്കിൽ നമ്മൾ വാങ്ങുന്നത് കേട്ടോ. ഞാൻ കയറിക്കോളാം, കുഴപ്പമില്ല. ശരിയാവില്ല, എത്തൂല്ല വണ്ടി. ആശുപത്രി സമയത്ത് പോണ്ടേ? അതെ, ചുമ്മാ ഒന്നും ചെയ്യണ്ട, വണ്ടി പോട്ടെ. വലിയ കെട്ടറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് വിട്ടേക്ക. വലിയ ഒന്നും ചിലപ്പോ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ ഒരു ജംഗ്ഷനാണ് വരുന്നത്. ഓട്ടോ കിടക്കുന്നില്ലേ ഫസ്റ്റ് അല്ല സെക്കൻഡ് മുന്നില് ക്ലച്ച് ബ്രേക്ക് ചവിട്ടി നിർത്തോട്ടോ. മുന്നിൽ നിർത്തിയും അപ്പൊ അവിടെ ഒരു ബമ്പ് ഉണ്ട്. ബമ്പ് കഴിയുമ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്ത്. ബമ്പ് കഴിയുമ്പോൾ കേട്ടോ ഒന്ന് ഓണടിച്ചേരെ. കൈ വിടരുത്. ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കോ, നിർത്തിക്കോ. ഓക്കെ. ഇനി നമുക്ക് പോകേണ്ട റൈറ്റിലേക്കാണ്. ഈ സ്റ്റിയറിംഗ് വീല് ഒരു റൗണ്ട് ഇപ്പോഴുള്ള കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു റൗണ്ട് കേട്ടോ. തിരണം. അത് ആദ്യം നമ്മൾ റൈറ്റ് സൈഡ് നോക്കും. അത് വണ്ടി വരാം. അത് കഴിഞ്ഞ് കേട്ടോ റൈറ്റേ പോകും. കുറച്ച് മുന്നോട്ട് ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞു തന്നില്ലേ? റൈറ്റ് സൈഡ് ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞു തന്നില്ലേ? റൈറ്റ് സൈഡ് ആദ്യം നോക്കുക, വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തുക. ശാലം കൂടി മുന്നോട്ട് പോട്ടെ. വണ്ടി വഴി 2 സൈഡും കാണണ്ടേ? ഓക്കെ, പോട്ടെ. പതുക്കെ പോട്ടെ, പതുക്കെ. വെപ്രാളം പിടിക്കണ്ട, പതുക്കെ. വൈബ്രേഷൻ വന്നാൽ പിന്നെ ഒരു കാരണവശാലും ക്ലച്ച് പൊങ്ങി പോരുത് കേട്ടോ. ഈ വണ്ടി ഇവിടെ ഇതാ സ്കൂട്ടർ ഇരിക്കണല്ലേ, ശ്രദ്ധിക്കുക. ആ ദൂരം ചെല്ലുന്നത് വരെ ക്ലച്ച് ഫുള്ളായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ പാടില്ല. വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് ടയറും റേറ്റേ പിടിച്ച് വണ്ടി നേരായിട്ട് മാത്രമേ ക്ലച്ച് ലൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബ്രേക്ക് ലൂസ് ചെയ്യേ, ക്ലച്ച് ലൂസ് ചെയ്യേ, ക്ലച്ച് ചവിട്ടി കൊടുത്തേ, ചവിട്ടിക്ക്. സ്ലോ ആയില്ലേ? ഇപ്പോഴും സ്ലോ ആയില്ലേ? കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. തിരിക്കാറായില്ല. ചവിട്ടിക്ക് ക്ലച്ച്
കണ്ടാ സ്ലോ ആകുന്നില്ലേ? വീണ്ടും എടുത്ത് വന്നിട്ട് വീണ്ടും എടുക്ക് ചാട്ടി കളിച്ച് കളിച്ചോട്ട് ബ്രേക്കിങ്ങോട്ട് ഒന്ന് തിരിച്ച് അര റൗണ്ട് ഇരിക്കുക അര റൗണ്ട് ആയില്ല മതി ഇതാണ് അര റൗണ്ട് കേട്ടോ. ഇവിടെ ചെയ്യും കുറച്ച് മുന്നോട്ട് ഇൻഡിക്കേറ്റർ ചെയ്യാൻ പറ്റുമോ? ഇൻഡിക്കേറ്റർ വേണ്ടേ? അല്ല പറ്റുമോ? ക്ലച്ച് ലൂസ് ചെയ്യുക, ചവിട്ടി കളച്ച് ബ്രേക്ക് ലൂസ് ചെയ്തേ, ക്ലച്ച് ലൂസ് ചെയ്യുക മേലെ ചവിട്ടി കളച്ച ചവിട്ടിയോ ലൂസ് ചെയ്യുമല്ല ക്ലച്ച് വേണ്ടി ചവിട്ട് രണ്ട് ചവിട്ടിക്ക്. ആ വഴി കാണാവോ? വണ്ടി വരുന്നില്ലേ? ഈ വഴി കാണാവോ? കാണാൻ പറ്റും. എന്നാ ഒരു റൗണ്ട് ഫുള്ളാക്കി മതി. വെയിറ്റ് ഇവിടെ വട്ടറി പതി ബ്രേക്ക് ലൂസ് ചെയ്യുക പതിയെ പൊക്കരുത്. അവിടെ ചില ക്ലച്ച് പൊക്കേണ്ടത് ക്ലച്ച് അവിടെ പോകുന്നു. ക്ലച്ച് പൊക്കിക്കൊണ്ട് പോകരുത്. വെയിറ്റ് ചെയ്യട്ടോ. മെല്ലെ പൊക്കി ക്ലച്ച് മെല്ലെ ക്ലച്ച് ലൂസ് ചെയ്യുക. ബ്രേക്ക് ചവിട്ടരുത്. വണ്ടി നേരെയല്ലേ? എട്ടാൻ പിടിച്ചോട്ടെ പിടിക്കുക മതി. വെയിറ്റ് ചെയ്യും പോയി കണ്ടോ. ഇനി ആശയം കിട്ടും മനസ്സിലാകുന്നുണ്ടോ? ആശയം കൊടുക്കാശിലട്ടാ. അടുത്ത ഗിയറാക്കി അടുത്ത സെക്കൻഡ് ഗിയർ ആക്കിക്ക് പഠിക്ക്. തന്നെ ഓക്കെ. വിട്ടോ ഓക്കെ. കൈ അങ്ങനെ വരണം. അതാണ് ശരി കേട്ടോ. കാല് വച്ച ബ്രേക്കില് വെച്ചോ ചവിട്ടണ്ടോ. ഒരു ബൈക്ക് പാഞ്ഞ് വരുന്നുണ്ടോ? കാലത്ത് വെച്ച ബ്രേക്കില് അടിച്ചു കൊടുക്കട്ടോ. ബൈക്കാർ വരുന്നുണ്ടോ? അവന് പ്രാന്തനാ. എതിരെ വരുന്നവരെല്ലാം പ്രാന്തന്മാരാണ്. കൈ പച്ചക്ക് ഇങ്ങനെ വെക്കേ കേട്ടോ. പറഞ്ഞത് തിരക്ക് കൂട്ടണ്ട കേട്ടോ. കൈ അനക്കാതെ പിടിക്കുക. ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കാം. കൈ അനക്കുന്നത് കേട്ടോ. മെല്ലെ തിരിച്ച് അത് ഉണക്ക് പിന്നെ അടിക്കാം. തിരിഞ്ഞ കണ്ട വണ്ടി തിരിഞ്ഞ് വന്നോണ്ടോ? അനക്കരുത്. കൈ തിരിഞ്ഞ കണ്ടോ? നോക്കിയേ, ഇത് നല്ലൊരു വളവായിരുന്നില്ലേ? തിരിഞ്ഞില്ലേ വണ്ടി? മനസ്സിലായോ? അപ്പൊ ഈ താഴെ പറഞ്ഞ ഇതിങ്ങനെ മത്തി പിടിക്കുക. ഇങ്ങനെ കണ്ടോ? വിട്ടോ ഇവിടെ വെച്ചോ അവിടെ കൊണ്ട് ഒന്നും ചെയ്യണ്ടപ്പോ. നീ കൊടുത്തോ വാശ കൊടുത്തോ. പോവൂല ഇനി ഒന്നും ഇവിടെ പിടിച്ചാൽ പറ്റുക. ഇവിടെ നോക്കിയാ ചോച്ചേ കുറയ്ക്കുക. നമ്മളെ മറികടന്ന് വാഹനം കൊടുക്കരുത്. ബ്രേക്കിൽ പോവുക. രണ്ട് വണ്ടി പോയില്ല. അവർ പോയിക്കോട്ടെ. കൈ താത്തിട്ട് അങ്ങനെ ഇല്ല കേട്ടോ. നീ കൈ വിട്ടേ സീൻ വിട്ടോ പിടിക്കരുത് തുടരുത് വണ്ടിയിൽ. ഈ വണ്ടി തിരിഞ്ഞ് കണ്ടോ? നോക്കിയേ എന്താ തിരിഞ്ഞ് നോക്കുക. ശരിയാ നോക്കിയേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കട്ടളയല്ലേ? അതുകൊണ്ട് വില പിടിക്കാൻ പോകില്ല കേട്ടോ. ഇങ്ങനെ ആയിക്കോട്ടെ. നിലവിൽ നമ്മൾ ഓടുന്ന ഗിയർ ഏതാ നമ്മുടെ മനസ്സിലുണ്ടാകണം. മനസ്സിലായല്ലോ? ഇത് നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു. നമ്മൾ അടുത്ത് പോകേണ്ട തേർഡ് ഗിയറിലേക്ക്. ഗിയർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 5 4 3 2 1 ഗിയർ കൂട്ടാൻ പോലെ അടുത്ത ഗിയർ മുന്നോട്ട് പോയിട്ട് മിറർ സൈഡ് മിറർ നോക്കിയേ. പറഞ്ഞില്ലേ ഇവിടെ സൈഡ് കൊടുക്കാൻ പാടില്ല. ആ പയ്യത് കേട്ടോ. അവിടെ ഇങ്ങനെ മാറി കേട്ടോ. ആ വണ്ടി പോകാൻ സൈഡ് കൊടുക്കണ്ട. ആശ കൊടുക്കുക. കൊടുക്കാശാ ഇതൊക്കെ കെട്ടിക്കൽ സ്ഥലം. അതൊക്കെ നമുക്ക് അവർക്ക് കടന്നു പോകുന്ന സ്ഥലത്ത് ആശ ബ്രേക്ക് കൊടുത്താൽ കേട്ടോ. ആശയുടെ നോക്കിയേ. കാല് വച്ച ബ്രേക്കിൽ വച്ചോ പതിയെ ചവിട്ടിക്ക്. പതിയെ കൈമാറ വെച്ച് ഇവിടെ വയ്ക്കുക. ഞാൻ പറഞ്ഞ കൈമാറ്റാൻ ഇല്ല. കൊടുക്കാക്കുക. ആശയുടെ കൊടുത്തോ സ്പീഡോട്ടെ കുറയ്ക്കുക. വച്ച് ചവിട്ടിക്കോ. പെട്ടെന്ന്
എടുക്കുക മുന്നോട്ട് പോട്ടെ പോട്ടെ യൂസ് ചെയ്യാം ഫസ്റ്റ് പോയിട്ടോ ഫസ്റ്റ് പോയിട്ടോ ആ വണ്ടിയെ പോകട്ടെ അതിന് വണ്ടി പോകട്ടെ ചവിട്ടി കൊടുത്തു കുറച്ച് കയറ്റി കൊടുക്കാം അല്ലേ അവൻ പോകില്ല